പോവുകയാണ്. അബുദാബിയിലെ ഷെയ്ഖ് സയദ് ഗ്രാൻഡ് മോസ്കിലാണ് നമ്മൾ പോകുന്നത്. അപ്പം നമുക്ക് പോവാം. ഉമ്മച്ചിതേ നിൽപ്പുണ്ട്, ഉമ്മിത് വാപ്പച്ചയൊക്കെ അവിടെ നിൽപ്പുണ്ട്. ഉമ്മ എവിടെ പോണ്? നമ്മൾ ദുബായ് റോഡ് കഴിഞ്ഞ് അബുദാബി റോഡിലോട്ട് എൻ്റർ ചെയ്തിട്ടുണ്ട്. അബുദാബി റോഡിൽ എൻ്റർ ചെയ്യുമ്പോൾ റോഡ് ഗ്രേ ഷെയ്ഡാവും, ലൈറ്റ്സും മാറും. ലെഫ്റ്റ് സൈഡ് കാണുന്ന കുറ്റി പോലെ ഇരിക്കുന്നത് ഇവിടുത്തെ ക്യാമറയാണ്, നമ്മുടെ സ്പീഡ് ലിമിറ്റും എന്നിട്ട് ഫ്ലാഷ് അടിക്കാനുള്ള ക്യാമറയാണത്. ഇപ്പോൾ അബുദാബിയിൽ നമ്മളെ നാട്ടിൽ പോലെ റെയിൽ വരാൻ പോവുകയാണ്. നമ്മളെ നാട്ടിൽ ട്രെയിൻ വരാൻ പോവുകയാണ്. അതാണ് എത്തിഹാദ് റെയിൽ എന്ന് എഴുതിയേക്കുന്നുണ്ടോ. അത് ട്രെയിനിൻ്റെ പാലം അങ്ങനെ എന്തോ കെട്ടുന്നതാണ് അവർ. അത് ഉടനെ സ്റ്റാർട്ടാവും. അത് UAE എല്ലാ എമിറേറ്റ്സുകളും തമ്മിലുള്ളൊരു റെയിലാണ്. അവിടെ ഒരു ബിൽഡിങ് കണ്ടില്ല, അത് നല്ല ഭംഗിയുണ്ടായിരുന്നു. വാപ്പച്ചി ഒരു കോയിൻ ബിൽഡിങ് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഞാൻ നോക്കി ഞാൻ മടുത്തത്. അങ്ങനെ കുറേ നേരത്തിന് ശേഷം കോയിൻ ബിൽഡിംഗ് എത്തിയിട്ടുണ്ട്. പണ്ട് ഒരുപാട് ബിൽഡിങ്സ് ഒന്നും കോയിൻ ബിൽഡിങ്ങിൻ്റെ അടുത്തില്ലായിരുന്നു, അപ്പോൾ അത് കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഇപ്പോൾ ഒരുപാട് ബിൽഡിങ്സ് ഒക്കെ അടുത്ത് വന്നുകൊണ്ട് കറക്റ്റായിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല. ഇതാണ് നമ്മുടെ ഗ്രാൻഡ് മോസ്ക്. നമ്മൾ ഗ്രാൻഡ് മോസ്ക് ആദ്യം നമ്മൾ ഗേറ്റ് നമ്പർ വേറെ ഏതോ ഗേറ്റ് നമ്പറിൽ പോയി. അപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റിയാണ് പറഞ്ഞത് ഗേറ്റ് നമ്പർ 4 കൂടി എൻ്റർ ചെയ്യാൻ പറ്റുമെന്ന്. 6 കൂടി എൻ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന്. അങ്ങനെ നമ്മൾ ഗേറ്റ് 6 പോവുകയാണ്. ആദ്യം ഗേറ്റ് 4 പോയി വഴി തെറ്റി അവസാനം വാപ്പച്ചി എന്നെ ഗേറ്റ് 6 കൊണ്ടാക്കി. ഇതാണ് ഗേറ്റ് 6. കണ്ടോ, അതിൻ്റെ ഉള്ളിലോട്ട് എൻ്റർ ചെയ്യുകയാണ്. വിസിറ്റേഴ്സിൻ്റെ എൻ്ററാണത്. നല്ല ഭംഗിയുണ്ട്. 1996 നവംബർ 5 അന്നത്തെ രാജാവായിരുന്ന ഷെയ്ഖ് സയദ് ബിൻ സുൽത്താൻ അൽ നഹിയാൻ്റെ സ്വപ്ന നിർമ്മാണ പള്ളിക്ക് തുടക്കം കുറിച്ചു. പക്ഷേ അദ്ദേഹം 2004 അന്തരിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഖബർ അടക്കിയത് ഷെയ്ഖ് സയദ് ഗ്രാൻഡ് മോസ്കിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് മുറ്റത്താണ് അദ്ദേഹത്തിൻ്റെ ഖബർ അടക്കിയിരുന്നത്. പാർക്കിങ്ങും പുറത്തെ ഏരിയയും കൂട്ടാതെ 30 ഏക്കറിലാണ് ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത്. 50,000 ആൾക്കാരെ വരെ ഇത് പള്ളിക്കകത്ത് ഉൾക്കൊള്ളിക്കാൻ കഴിയും. 3000 ജോലിക്കാരും പിന്നെ 84 കൺസ്ട്രക്ഷൻ കമ്പനികളും കൂടി നിർമ്മിച്ചതാണ് ഈ പള്ളി. ഇറ്റലി, ഇന്ത്യ, ജർമ്മനി, UK, ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് പണിക്ക് ആവശ്യമായ സാധനങ്ങൾ എത്തിച്ചത്. ഇതൊരു റിലീജിയസ് ടൂറിസ്റ്റ് അട്രാക്ഷനാണ് ഈ ഷെയ്ഖ് സയദ് ഗ്രാൻഡ് മോസ്ക്. പാർക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തൊരു മോളുണ്ട്. അതിൻ്റെ അകത്തുകൂടിയാണ് നമുക്ക് പള്ളിയിലോട്ട് എൻ്റർ ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ പാർക്ക് ചെയ്യാണ്. എൻട്രൻസ് റൈറ്റ് സൈഡിലോട്ടാണ്. നമ്മളിപ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ട് പാർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇറങ്ങി വരുമ്പോൾ ഉടനെ കാണാമല്ലോ എന്ന് വിചാരിച്ചാണ്. നമ്മൾ മാളിലോട്ട് എൻ്റർ ചെയ്ത് ഉമ്മച്ചി സെൽഫി എന്തോക്കെ എടുക്കുകയാണ്. അവർ എൻ്റെ അടുത്ത്, ഞാൻ ഹുഡി ആയിരുന്നു ഇട്ടത്, അതുകൊണ്ട് അവരെൻ്റെ അടുത്ത് തന്നെ ഹുഡീനെ മറ്റേ ക്യാപ്പ് തലയിൽ കൂടി ഇടാൻ. ഈ ബോർഡിൽ പള്ളീൻ്റെ അകത്ത് കയറുമ്പോൾ ഇടാനുള്ള ഡ്രസ് കോഡാണ്. ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടാവൂ. ആ ബോഡി കാണിച്ചിരിക്കുന്ന ടൈപ്പ് ഡ്രസ്സൊക്കെ ഇടാവൂ. ഞാൻ ഇവാനെ ഉരുട്ടിക്കൊണ്ട് പോവുകയാണ്. വാപ്പച്ചി എന്തോ ടിക്കറ്റ് കറക്റ്റൊക്കെ ആണോ എന്നൊക്കെ നോക്കുന്നതാണ്. ഈ മോസ്കിൽ കയറാൻ നമുക്ക് ടിക്കറ്റ് ഒന്നുമില്ല, ഒരു പാസ് എടുക്കണം. അതിനും പൈസയൊന്നും കൊടുക്കണ്ട. എൻട്രൻസ് പാസ് നമുക്ക് ഓൺലൈനായിട്ടും എടുക്കാം, പിന്നെ അവിടെ ചെന്നിട്ട് അവിടുത്തെ മെഷീനിൽ നിന്നും എടുക്കാം, അതും ഫ്രീ ആണ്. ഈ മാളെന്ന് വെച്ചാൽ ഭൂമിക്ക് അടിയിലാണുള്ളത്. ഇനി നമ്മൾ എസ്കലേറ്ററൊക്കെ കയറി മോളിൽ പോകുമ്പോഴാണ് നമുക്ക് പള്ളിയിൽ എൻ്റർ ചെയ്യാൻ പറ്റുന്നത്. ഈ വഴി കൂടിയാണ് നമുക്ക് എൻ്റർ ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് പോയിട്ട് നമ്മളെ പാസ് അവിടെ ഇങ്ങനെ മെഷീനുണ്ട്, അവിടെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ ഇത് തുറന്നു തരും. എൻട്രി പാസ് എടുക്കുമ്പോൾ നമുക്കൊരു ബാർകോഡ് വരും. ആ ബാർകോഡ് നമ്മൾ ഇതിലിങ്ങനെ സ്കാൻ ചെയ്ത് കൊടുത്താൽ നമുക്ക് ഈ ഗേറ്റ് ഓപ്പൺ ആവും.
ദേ ഇവൻ എവിടെ പോയാലും അവനൊരു ചട്ടമ്പിത്തനം ഉണ്ട്. അത് ദേ ഇവിടെ വന്നപ്പോഴും കാണിച്ചു. അപ്പം ഞാൻ എലവേറ്ററിൽ പോകുമ്പോൾ അവന് കോപ്രായങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ്. അത് കണ്ടിട്ടാണ് അവൻ ചിരിക്കുന്നത്. ഞാൻ ഈ തലയിൽ കൂടി ഹുഡി ഉള്ളതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. അല്ല, ഞാൻ ഷോളും എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഷോളൊക്കെ ഇട്ട് പോകുന്ന വലിയ മെനക്കേടല്ലേ, അതുകൊണ്ട് ഞാൻ ഹുഡി തന്നെ എടുത്തിട്ടു. ഏത് മതക്കാരാണെങ്കിലും പള്ളിക്കുള്ളിൽ കടക്കണമെങ്കിൽ തല മറയ്ക്കണം. എന്ത് ചെയ്താലും തല മറച്ചാലേ അവർ കയറ്റത്തുള്ളൂ. ഇങ്ങനെ 4 എലവേറ്റർ കടക്കുമ്പോഴാണ് നമ്മളിത് ഇങ്ങനത്തെ ഒരു ഗ്ലാസ് റൂഫിൻ്റെ മേളിലെത്തുന്നത്. നമ്മൾ അവിടെ ഒരു എസ്കലേറ്റർ ഉണ്ട്, പക്ഷേ ഇവൻ്റെ സ്ട്രോളർ അതിൽ കയറ്റാൻ പറ്റാത്തതുകൊണ്ട് അവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞു ലിഫ്റ്റിൽ പോകാൻ പറഞ്ഞു. അങ്ങനെ നമ്മളിത് ലിഫ്റ്റിൽ പോകണം. ഇവൻ എവിടെ പോയാലും ലിഫ്റ്റിൽ ഇതൊക്കെ കുത്തണം, പക്ഷേ അത് ഓട്ടോമാറ്റിക്കാണ്, ടച്ച്ലെസ് ആണ്, അതുകൊണ്ട് അവൻ കുത്തിയാലും ഒരു കുഴപ്പമില്ല. നമ്മളൊരു ഗ്ലാസ് റൂഫിൽ അവിടെയാണ് നമ്മൾ ഇറങ്ങുന്നത്. ഞാനും ഇവാനും എല്ലാവരും ഇറങ്ങി. കണ്ടോ, നോൺ മുസ്ലിംസും സ്കാർഫ് തലയിലിടണം. അത് ഇതിൻ്റെ അകത്തുള്ളൊരു റൂളാണ്. എൻ്റെ ഷൂസിൻ്റെ ലേസ് പൊട്ടിപ്പോയി, അത് ഞാൻ വെച്ചതാണ്. ഉമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ ലോകത്തിലെ 4ാമത്തെ ലാർജസ്റ്റ് പള്ളി എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ അടുത്തല്ലേ പോവാന്നൊക്കെ ഉമ്മി പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഉമ്മീനെ കാണിക്കണം എന്നുള്ളൊരു മെയിൻ ഉദ്ദേശത്തിലാണ് നമ്മൾ ഇവിടെ വന്നത് തന്നെ. വെളുത്ത മാർബിൾ കൊണ്ടുള്ള ഒരു മുറ്റത്തേക്കാണ് നമ്മളിത് എൻട്രി ചെയ്തിട്ടുള്ളത്. ഇവിടെ ഫോട്ടോ സ്പോട്ട് കുറേ ഉണ്ട് കേട്ടോ. പള്ളിക്ക് അകത്തും ഉണ്ട്, വെളിയിലും ഉണ്ട്. സെക്യൂരിറ്റി ചെക്കിൻ്റെ അവിടെയൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, അതാണ് അവിടെയൊന്നും എടുക്കാത്ത. ഇവിടെ 2-3 നല്ല വീതിയുള്ളൊരു പൂളൊക്കെ ഉണ്ട്, നല്ല വീതിയുണ്ട്, പക്ഷെ ആഴം അങ്ങനെ ഇല്ല. ഇവിടെ നിന്നാണ് എല്ലാവരും ഫോട്ടോ എടുക്കുന്നത്, കാരണം ബാക്കിൽ പള്ളിയും പിന്നെ ആ പൂളും ഒക്കെ കാണും. ഇവിടെ കുഞ്ഞു കുട്ടികളെയൊക്കെ അറബിയുടെ വേഷത്തിലൊക്കെ കൊണ്ടുവരാറുണ്ട്. ഇവാൻ്റെ പ്രായമുള്ള പിള്ളേരൊക്കെ അറബിയുടെ വേഷത്തിലൊക്കെ വരുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇവന് വല്ലതും അത് വെച്ചു കൊടുത്ത് അവൻ ആ തലയിലൊക്കെ ഉള്ള അതൊക്കെ എടുത്ത് ദൂരെ കളയും. അവിടെയാണ് സ്കാൻ ചെയ്തിട്ട് നമുക്ക് വാപ്പിച്ച് നോക്കിയാണ് സ്കാൻ ചെയ്തിട്ട് നമ്മൾ ഫോട്ടോസ് അയച്ചു കൊടുത്താൽ നമുക്ക് നല്ല ഫോട്ടോസ് ആണെങ്കിൽ അതിൽ നമുക്ക് പ്രൈസ് അടിക്കും. ഉച്ച സമയമായത് കാരണം നല്ല വെയിലായിരുന്നു, ഞാൻ കരിവാളിച്ചു പോയി. ഇവിടെ ഇരിക്കാനൊക്കെ ഇങ്ങനത്തെ ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കുറേ ഉണ്ട്. വാപ്പിച്ച് അത് അയച്ചു കൊടുക്കുകയാണ് നമ്മളെ ഫോട്ടോസ്. ഞങ്ങളും കുറേ ഫോട്ടോസൊക്കെ എടുത്തു. വെളിയിൽ നിന്ന് കാണുമ്പോൾ നല്ല ഭംഗിയാണ്, അപ്പോൾ ഉള്ളിൽ എങ്ങനെയായിരിക്കും എന്ന് കാണാൻ ഞാൻ ഭയങ്കര ക്യൂരിയോസിറ്റിയിലായിരുന്നു. ഇവരടുത്താണെങ്കിൽ അകത്ത് വരാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. ഇവരാണെങ്കിൽ ഫോണിൽ ഫോട്ടോസ് എടുത്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഇവരൊക്കെ ഇവിടെ ഇരിക്കുന്നു. നമ്മൾ ഇവിടെ ഒരു വാട്ടർഫോളൊക്കെ ഉണ്ട്, 2 എണ്ണം ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ എൻ്റർ ചെയ്യാം. അങ്ങനെ നമ്മൾ മോസ്കിനുള്ളിൽ കയറാൻ പോവുകയാണ്. ഉമ്മി ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കയറുന്നത്. ഞാൻ എൻ്റെ ഫ്രണ്ടിൽ നടന്നു പോവുകയാണ് വാപ്പച്ചിയുടെ കൂടെ. ഈ ഒരു ഗോപുരത്തിനുള്ളിൽ കൂടിയാണ് മെയിൻ എൻട്രൻസ് പള്ളിക്കകത്തോട്ട് പോകുന്നതിൻ്റെ. നമ്മൾ പള്ളിക്കുള്ളിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇതിനുള്ളിൽ ഒരുപാട് ചിത്രപ്പണികളുണ്ട്. ഭയങ്കര കൊത്തുപണികളോട് കൂടിയ ഒരു മിനാരമാണിത്. ഇതുപോലത്തെ 4 വലിയ മിനാരങ്ങൾ ഈ പള്ളിക്കുള്ളിലുണ്ട് കേട്ടോ. 1000 തൂണുകളുള്ളൊരു ഹോളാണ് ഈ കാണുന്നത്. ആ വെള്ള തൂണുകൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈന്തപ്പനകളുടെ മരത്തിൻ്റെ അങ്ങനത്തെ ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഉമ്മി അവിടെ അതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഉമ്മി. ഇത് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. കണ്ടോ, കുറേ കൊത്തുപണികളും എല്ലാം അതിലുണ്ട്.
തൂണിൻ്റെ ടോപ്പ് നോക്കിയതേ ഈന്തപ്പനകളിൽ കൊലയായിട്ടിരിക്കുന്ന പോലെയാണ് ഇരിക്കുന്നത്. ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് ഒരു സൂപ്പർ കോർട്ട്യാർഡിലോട്ടാണ്. ഇതിന് അറബിയിൽ പറയുന്നത് സഹൻ എന്നാണ്. 17,400 സ്ക്വയർ മീറ്റേഴ്സാണ്. 31,000 ആൾക്കാർക്ക് ആ പ്രയർ ഹാളിൽ നിസ്കരിക്കാൻ കഴിയും. ഇതിൻ്റെ ഫ്ലോറൊക്കെ നല്ല ഡിസൈനിലുള്ള ടൈൽസൊക്കെയാണ്. പക്ഷെ അതിൻ്റെ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല. അവിടെ ഒരു കയറും എന്തോ വെച്ചേക്കാണ്. ഇതിൻ്റെ മണ്ടയിലോട്ട് നോക്കുമ്പോൾ നല്ല രസമാണ്. ആ ആകാശം കാണുമ്പോൾ പ്രിൻ്റ് എടുത്ത് വെച്ചേക്കുന്ന പോലെ ഇരിക്കും. ഇതൊരു മെയിൻ പ്രയർ ഹോളാണ്. റമലാൻ മാസത്തിൽ ഈ പള്ളിയിൽ നല്ല ഇഫ്താർ കൊടുക്കുന്നതാണ്. 4 വലിയ മിനാരങ്ങളും പിന്നെ 82 ഡിഫറെൻറ്റ് സൈസിലെ ഡോംസും ആണ് ഇവിടെ ഉള്ളത്. ഇവാനതെ അവിടെ ഇട്ട് ഞാൻ ഉരുട്ടയാണ്. അവൻ എവിടെ പോയാലും അവൻ്റെ ചട്ടമ്പിത്തനത്തിന് ഒരു കുറവുമില്ല. അവൻ ഉമ്മിയുടെ അടുത്ത് എടുക്കാൻ വേണ്ടി കിടന്ന് കരയാണ്. സങ്കടം വരുന്നത്. അവൻ ഞാൻ ഇതിലിരുത്ത് ഉരുട്ടണേൻ്റെ സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വെള്ളം കുടിക്കാൻ പറ്റണ സംസം വെള്ളം അത് സംസം വെള്ളമൊന്നുമല്ല, ഞാനത് വെറുതെ പറഞ്ഞാണ്. എന്നാലും പള്ളിയിൽ നിന്ന് കിട്ടുന്ന ഒരു പുണ്യം വലിയ അത് സാധാ വെള്ളമാണ്, ഡ്രിങ്കിങ് വാട്ടറാണത്. നല്ല തണുത്ത വെള്ളമായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ച് തണുപ്പൊന്നും കാണില്ല, ഇത്രയും ചൂടത്ത് എവിടുന്ന തണുപ്പ്. പക്ഷെ അങ്ങനെയല്ല, അത് ഫ്രിഡ്ജിൽ വെച്ച പോലത്തെ വെള്ളമായിരുന്നു. ഈ തൂണുകളിലെ ചിത്രപ്പണീനെ കുറിച്ച് എന്തൊക്കെയോ കഥകളൊക്കെ ഉണ്ട്. അതൊന്നും എനിക്കറിയില്ല. അറിയാമെങ്കിങ്ങനെ പറഞ്ഞുതരായിരുന്നു. അവിടെ ഒരു ചൈനീസ് ഫാമിലി ഇവാനെ ഭയങ്കര ഇഷ്ടപ്പെട്ട് അവനതേ കൊഞ്ചിച്ചോണ്ട് അവരിരുന്നു കേട്ടോ. അവൻ ഇവാനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനി നമ്മൾ കയറാൻ പോകുന്നത് ഈ മോസ്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തോട്ടാണ്. ഈ മോസ്കിൻ്റെ ഒരു മെയിൻ പ്രെയർ ഹാളാണിത്. മക്കയ്ക്ക് അഭിമുഖമായിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഹാളിൻ്റെ തറയിൽ വിരിച്ചിരിക്കുന്ന കാർപ്പറ്റ് കൈകൊണ്ട് തുന്നിയതാണ്. ഈ കാർപ്പറ്റിന് വേൾഡ് റെക്കോർഡ് വരെ കിട്ടിയിട്ടുണ്ട്, ഗിന്നസ് വേൾഡ് റെക്കോർഡ് വരെ കിട്ടിയിട്ടുണ്ട്. 1200 ജോലിക്കാർ 2 വർഷം കൊണ്ട് തുന്നിയെടുത്ത ഒരു ബ്യൂട്ടിഫുൾ കാർപ്പറ്റാണിത്. ഈ ഹാളിൻ്റെ വേറൊരു അട്രാക്ഷനാണ് ഇത് ഷാൻഡലിയർ ലൈറ്റ്. നല്ല ഭംഗിയാണ് അത് കാണാൻ. ഇത് വേൾഡ് ലാർജസ്റ്റ് ക്രിസ്റ്റൽ ലൈറ്റാണ്. ഇതിന് 12 ടണ്ണ് വെയിറ്റ് ഉണ്ട്. ഈ കാർപ്പറ്റ് ഒന്ന് നോക്കിയൊക്കെ, ഇത് കൈ കൊണ്ട് തുന്നിയതാണെന്ന് കണ്ടാൽ തോന്നുന്നു. ഈ മോസ്കിലെ ഓരോ തൂണുകളിലും വരച്ചേക്കുന്ന ചിത്രപ്പണികൾക്ക് അതിൻ്റെ ബാക്കിലൊരു വലിയൊരു ഹിസ്റ്ററി തന്നെയുണ്ട്. അതൊന്നും ഞാനിവിടെ പറയുന്നില്ല. ഈ ഷാൻഡലിയർ ലൈറ്റൊക്കെ നേരിട്ട് കാണുമ്പോൾ ഉള്ള ഭംഗി അത് ഒരു വേറെ ലെവലാണ്. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നുമല്ല, നേരിട്ട് കാണുമ്പോൾ ആ ക്രിസ്റ്റൽ ഓരോരോ സ്റ്റോൺ നമുക്ക് എടുത്ത് കാണാൻ കഴിയും.
നോക്കിയ എൻ്റെ ഇവാൻകുട്ടനെ പോലെ ഒരു കുട്ടനെ അറബിയിലെ വസ്ത്രം ധരിച്ച് കൊണ്ടുവന്നേക്കുന്നതൊക്കെ എനിക്ക് അവനെ കണ്ടിട്ട് എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ കാർപ്പറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് ഇത് വായിച്ചു നോക്കുക. ഇനി നമ്മൾ എക്സിറ്റ് ചെയ്യുന്ന സമയമാണ്. നമ്മൾ മറ്റേ തുറക്കൂ സീസൺ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെയാണ് ഈ വാതിലൊക്കെ തുറക്കുന്നത്. അത് വെളിയിൽ നിന്ന് നോക്കുമ്പോൾ ആ ക്രിസ്റ്റൽസൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഇതൊരു മറ്റൊരു ഷാൻഡിലിയർ ലൈറ്റാണ് അവിടെ ഹാങ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ ഫ്ലോറിൽ ഒരു സാധനം ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതിൽ കൂടിയാണ് നടക്കേണ്ടത്. മറ്റേ മാർബിളിൽ കൂടി നടക്കാൻ പാടില്ല. അതവരുടെ പോളിഷും മറ്റേ അതൊക്കെ ഫെയ്ഡാവുമെന്ന് വിചാരിച്ചായിരിക്കും ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ മാർബിൾ ഉണ്ടോ, നല്ല ഭംഗിയുണ്ട്. നമ്മളിനി പുറത്തോട്ട് ഇറങ്ങാൻ പോവുകയാണ്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മളെ പാർക്കിങ്ങിലോട്ട് പോകാൻ നല്ല വിശക്കുന്നുണ്ട്. ഉമ്മച്ചി മന്തിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ കൂടെ കഴിക്കാൻ വല്ലതുമൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ കഴിക്കും. ഈ ഹെലികോപ്റ്റർ കണ്ടോ, ഈ മോസ്കിന് ചുറ്റും ഇങ്ങനെ സർവൈലൻസ് ആയിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. റമളാൻ നടക്കുമ്പോൾ നിസ്കാരത്തിൻ്റെയൊക്കെ പിക്ചേഴ്സാണ് അവിടെ വെച്ചേക്കുന്നത്. ഇതാണ് നോമ്പ് തുറയൊക്കെ. ഇതാണ് ഇവിടുത്തെ നോമ്പ് തുറ. നല്ല സൂപ്പർ ഫുഡൊക്കെയാണ് കണ്ടിട്ട് തോന്നുന്നത്. ഞാനത് മദ്ഫൂണാണെന്നൊക്കെ പറയാണ്. ഇവിടെ വന്നേക്കുന്ന വിസിറ്റേഴ്സിനെയൊക്കെയാണ് അതിൽ ഫോട്ടോയിൽ കാണിച്ചിരുന്നത്. ഞാൻ ഇവാന് കോക്കറി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ അങ്ങ് പൊക്കോണ്ടിരുന്ന എലവേറ്ററിൽ തന്നെ നമ്മൾ തിരിച്ചു പോകണം. നമ്മളങ്ങനെ 4 എലവേറ്ററും കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ആ മാളിനുള്ളിൽ കയറും. അപ്പോഴാണ് നമ്മൾ അവിടുത്തെ ഒരു ഷോപ്പിൽ കൗബയിലുള്ള ആ ബ്ലാക്ക് സ്റ്റോണിൻ്റെ അതേപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് തൊടാനൊന്നും പറ്റില്ല, ഡു നോട്ട് ടച്ച് എന്ന് താഴെ എഴുതിയിട്ടുണ്ട്. നമ്മൾ തിരിച്ചു പോകുന്ന വഴിയിൽ ഉപ്പ പണ്ട് ജോലി ചെയ്തിരുന്ന നാഷണൽ ഹോട്ടൽസിലൊന്ന് ഉമ്മയ്ക്ക് കാണാൻ വേണ്ടി വന്ന് നമ്മളെ സ്റ്റോപ്പ് ചെയ്തായിരുന്നു. അബുദാബി നാഷണൽ ഹോട്ടലിലെ ചീഫ് ഷെഫ് ആയിരുന്നു എൻ്റെ ഉപ്പ. ഉപ്പക്ക് കുറേ വർഷം ഇവിടെ ജോലി ചെയ്തിരുന്നു. ഉമ്മയുടെ ഹസ്ബൻഡ് വർക്ക് ചെയ്തിരുന്ന നാഷണൽ ഹോട്ടലിൽ ഉമ്മയും ഉപ്പാരെ കൊച്ചുമകനും കൂടിയുള്ള നടത്തയാണത്. തൽക്കാലം ഒന്ന് വിശപ്പടക്കാൻ വേണ്ടി നമ്മളൊരു കഫറ്റേരിയ കയറി എല്ലാവർക്കും ഒരു ഷവർമ്മയും പിന്നെ നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അബുദാബി മോസ്കും പിന്നെ ഉപ്പാരതെ നാഷണൽ ഹോട്ടലെല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ തിരിച്ച് വീട്ടിൽ പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.